ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൻ്റെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ആ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പ്രകാരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു KE = D ഡിവൈഡഡ് ബൈ NP × 100 അല്ലെങ്കിൽ MP × 100, D ഡിവൈഡഡ് ബൈ MP × 100. രണ്ട് ഇക്വേഷനും വരാറുണ്ട്. ന്യൂലി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ കേസിലാണ് D ഡിവൈഡഡ് ബൈ NP × 100 എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. A company issues 1000 equity shares of rupees 100 each at a premium of 10%. The company has been paying 20% dividend to the equity shareholders. Compute KE. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കമ്പനി 1000 ഇക്വിറ്റി ഷെയർസ് ഒരു ഇക്വിറ്റി ഷെയറിന് 100 രൂപ നിരക്കിൽ 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ കമ്പനി അതിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് 20% എങ്കിൽ KE കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ട് KE ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ₹160. 160 രൂപ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ KE കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് NP വെച്ചിട്ടും MP വെച്ചിട്ടും ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനാണ് D ഡിവൈഡഡ് ബൈ NP × 100. നമ്മൾ ആദ്യം മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടല്ല, പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷെയറിൻ്റെ കേസിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പ്രകാരം KE കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് KE = D ഡിവൈഡഡ് ബൈ NP × 100 എന്ന് പറയുന്നത്. ഇനി NP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഓവറോൾ ഇക്വിറ്റി ഷെയർസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 1000 ഇക്വിറ്റി ഷെയർസ് 100 രൂപ നിരക്കിലല്ലേ, അപ്പോൾ 1000 × 100, 1000 × 100, അപ്പോൾ എത്ര വരും, 1 lakh വരും. ഈ 1 lakh ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, NPയും അതുപോലെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ SCLും പ്രീമിയം ഉണ്ടെങ്കിൽ ADLൊക്കെ ചെയ്യേണ്ടത്. NP അതുപോലെ തന്നെ ഡിവിഡൻഡൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് തന്നിരിക്കുന്നത് 1000 ഇക്വിറ്റി ഷെയർസ് ഇത്ര 100 രൂപ നിരക്കിലാണ്. അപ്പോൾ നമുക്കറിയാം 1000 ഇക്വിറ്റി ഷെയർസ് 100 രൂപ നിരക്കിലാണെങ്കിൽ അവിടെ വരുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓവറോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയായിരിക്കും, 1000 × 100, 1 ലക്ഷമാണ് അവിടുത്തെ എന്ത് വരുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഇനി 1 ലക്ഷത്തിൻ്റെ മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൈഡിൽ ശ്രദ്ധിക്കുക, എഴുതിയിട്ടുണ്ട് NP കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് 1000 × 100 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 lakh കിട്ടി. ഇനി ഈ 1 lakhൻ്റെ 10% കൂടെ ആഡ് ചെയ്യണം. അതെന്തുകൊണ്ടാണ്, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 10% പ്രീമിയം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1 ലക്ഷത്തിൻ്റെ കൂടെ 1 ലക്ഷത്തിൻ്റെ 10% എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,10,000 നമുക്ക് ആൻസർ കിട്ടും. ഈ 1,10,000 ആണ് നമ്മളെ NP എന്ന് പറയുന്നത്. ഇനി ഡിവിഡൻഡ് നമ്മൾ എന്തിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലാതെ ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിലോ ഷെയറിൻ്റെ പ്രൈസിൻ്റെ മുകളിലോ അല്ല നമ്മൾ എന്ത് ചെയ്യുക, എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1000 × 100 ആണ്. അപ്പോൾ 1 lakh ആണ്. 1 lakhൻ്റെ 20% നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം 20% ഡിവിഡൻഡ്. അപ്പോൾ 1 lakhൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 20,000 എന്ത് ചെയ്തു, ഡിവിഡൻഡ് കിട്ടി. ഇനി ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ D എത്ര കിട്ടി, 20,000 കിട്ടി. NP എത്ര കിട്ടി, 1,10,000 കിട്ടി. × 100 ചെയ്യുക. അപ്പോൾ 18.18% നമുക്ക് ആൻസർ കിട്ടുമെന്നാണ്. KE എന്ന് പറയുന്നത് 18.18% ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു കേസും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കേസായിട്ട് കമ്പ്യൂട്ട് KE ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഇസ് 160. ഇവിടെ മാർക്കറ്റ് പ്രൈസ് 160 രൂപയാക്കി എടുത്തിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എ കമ്പനി ഇഷ്യൂസ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ ഈ 100 ഈച്ച് നമ്മൾ NP കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തതാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഷെയറിന് 160 രൂപ നിരക്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഷെയറിന് 100 രൂപ നിരക്കിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഒരു ഷെയറിന് 160 രൂപ നിരക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, MP വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കും, MP 160 ആണ്. അപ്പോൾ KE എന്ന് പറയുന്നത് KE = D ഡിവൈഡഡ് ബൈ MP × 100 ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ MP നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 1000 ഇക്വിറ്റി ഷെയർസ് ആണ്. 1000 ഇക്വിറ്റി ഷെയർസ് അതിൻ്റെ എണ്ണമാണ്. ആ എണ്ണത്തിന് 160 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ 160 വന്നത്, മാർക്കറ്റ് പ്രൈസ് പ്രകാരം
ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 160 രൂപ. നേരത്തെ 100 ആണെങ്കിൽ അതെന്താണ് 160 വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ 1000ന് 160 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 1,60,000 നമുക്ക് എന്ത് ചെയ്തു ആൻസർ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ K ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100 കിട്ടി. 20,000 ഡിവൈഡഡ് ബൈ 1,60,000 ഇൻറ്റു 100 കിട്ടും. അപ്പോൾ 12.5% നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പ്രകാരം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇനി ഡിസ്കൗണ്ട് ആണ് വരുന്നതെങ്കിൽ എന്താ ചെയ്യുക? ഡിസ്കൗണ്ട് ആണ് വരുന്നതെങ്കിൽ ലെസ് ചെയ്യണം. മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിൽ പ്രീമിയം ഡിസ്കൗണ്ട് ഒന്നും വരില്ല കേട്ടോ. മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിൽ അതൊന്നും വരില്ല. നെറ്റ് പ്രൊസീഡിൻ്റെ മുകളിൽ മാത്രമേ പ്രീമിയം ഡിസ്കൗണ്ട് ഒക്കെ വരുള്ളൂ. അപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്ലക്ടേഷൻ കോസ്റ്റ് തന്നാൽ ലെസ് ചെയ്യണം, ഡിസ്കൗണ്ട് തന്നാൽ ലെസ് ചെയ്യണം, പ്രീമിയം തന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പ്രകാരം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്.